സായ്കുമാർ നമുക്കൊപ്പം. സായ്കുമാർ, ബി സന്ധ്യക്കെതിരെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ബി സന്ധ്യ എന്ന് മനസ്സിലാകുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ 2 വട്ടം വിധി വന്ന ശേഷം ദിലീപ് നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന് കോടതി വളപ്പിൽ വെച്ച്, രണ്ടാമത്തേത് അഭിഭാഷകനെ കാണാൻ എത്തിയപ്പോൾ. ബി സന്ധ്യയുടെ പ്രതികരണം ഈ കേസിൽ അതിജീവിതയ്ക്കൊപ്പം അവസാന പോരാട്ടം വരെ തുടരുമെന്ന് ഉറപ്പിക്കുന്നതല്ലേ? തീർച്ചയായും സുജയ, ദിലീപിന്റെ വാക്കുകളിൽ തന്നെ ഇനി ദിലീപ് ചെയ്യാൻ പോകുന്ന കാര്യം, ആരെയാണ് ദിലീപ് കൃത്യമായി ഉന്നം വയ്ക്കുന്നത് എന്ന് വളരെ കൃത്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് തന്നെ മഞ്ജു വാര്യർ ഈ അതിജീവിതയ്ക്ക് വേണ്ടി, ഇരയായ നടിക്ക് വേണ്ടി നടത്തിയ പരിപാടിയിൽ പറഞ്ഞ ഗൂഢാലോചന സിദ്ധാന്തം, അവിടെയാണ് തനിക്കെതിരായ ഗൂഢാലോചന തുടങ്ങിയത് എന്ന് പറഞ്ഞു തുടങ്ങിയ ദിലീപ് പിന്നീട് ചില ക്രിമിനൽ പോലീസുകാരുടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ധ്യക്കെതിരായിട്ടുള്ള ഒളിയം പെയ്തിയത്. അത് പിന്നീട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വി സന്ധ്യയാണ് ഇതിൽ ദിലീപിന്റെ അറസ്റ്റിലേക്കുള്ള നിർണായക ഇടപെടലുകൾ നടത്തിയത്. വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും അറസ്റ്റ് എന്ന വലിയ തീരുമാനത്തിലേക്ക് പോകാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എല്ലാ ഊർജ്ജവും, എല്ലാ സഹായവും, എല്ലാ നിർദ്ദേശവും നൽകിയത് സന്ധ്യയാണ് എന്നറിയാം. അവർ ധീരമായിട്ടുള്ള നിലപാട് വിഷയത്തിൽ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ അത് തന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ചില ക്രിമിനൽ പോലീസ് ബുദ്ധി എന്നാണ് ദിലീപ് ഉപയോഗിച്ച വാക്ക്. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾക്ക്, ഇത്തരം വാദങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിലും ദിലീപ് ആക്കം കൂട്ടും. അപ്പോൾ ദിലീപിന്റെ ഇനിയുള്ള ഉന്നം തന്നെ കുടുക്കിയതാണ് ഈ കേസിൽ. തനിക്കെതിരായിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഇവിടെ നടന്നത്. അത് ദിലീപ് പറഞ്ഞത് എന്താണ് എന്ന് നമുക്ക് ഒന്നുകൂടി കേൾക്കാം. തനിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ക്രിമിനൽ പോലീസുകാരെ കൂട്ടുപിടിച്ചുകൊണ്ട് നടന്നു എന്ന് ദിലീപ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ കണ്ടുപിടിച്ചത്. നിങ്ങൾ ഇത്ര കാര്യങ്ങളെ 9 വർഷത്തെ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പോയിട്ട് വരാം. തെല്ല തിരക്കണ്ടേ സാറേ? അല്ല, ഇനി എവിടേക്കിലൊക്കെ സായ്കുമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. സായ്കുമാർ, നടൻ ദിലീപിനെതിരെ ആരോപിക്കപ്പെട്ടിരുന്ന കുറ്റം അല്ലെങ്കിൽ ചുമത്തിയിരുന്ന വകുപ്പ് അത് ക്രിമിനൽ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടാണ്. ഒരു ക്വട്ടേഷൻ ബലാത്സംഗം എന്ന രീതിയിലാണ് ഈ കേസ് ആദ്യം മുതൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതും. എന്നാൽ ആ ഗൂഢാലോചന തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതോടുകൂടിയാണ് 7, 8, 9, 15 പ്രതികൾ കുറ്റവിമുക്തരായി മാറിയത്. ഇപ്പോൾ ദിലീപ് തിരിച്ച് ഉന്നയിക്കുന്നത് തനിക്കെതിരായിട്ടാണ് ഒരു ഗൂഢാലോചന നടന്നത് എന്ന വാദമല്ലേ? തീർച്ചയായും ആ ഒരു വാദം തന്നെയാണ് ഇനി ദിലീപ് ഉന്നയിച്ചത്. ഇനി ഉന്നയിക്കാൻ പോകുന്നതും അത് തന്നെയായിരിക്കും സുജയ. കാരണം ഇന്നിപ്പോൾ ആ കോടതിയിൽ നിന്ന് വെറുതെ വിട്ടതിന് ശേഷം വന്ന ആ ആഹ്ലാദത്തിലും ദിലീപ് പറഞ്ഞു തുടങ്ങിയത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച് തന്നെ വന്ന വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് മഞ്ജു വാര്യരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ കേസിൽ ഈ സംഭവം നടന്ന് 2 ദിവസത്തിന് ശേഷം അമ്മ എന്ന സംഘടന സംഘടിപ്പിച്ച പരിപാടിയിൽ മഞ്ജു വാര്യരാണ് ഈ സംഭവത്തിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന വാക്ക് ആദ്യമായി പ്രയോഗിച്ചത്. അതിനുശേഷമാണ് ഈ കേസിൽ ദിലീപിന്റെ പങ്കിലേക്കടക്കം അന്വേഷണം വിരൽ ചൂണ്ടത്, വലിയ ആരോപണങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്തത്. അപ്പോൾ മഞ്ജു വാര്യരുടെ ആ വാക്കുകളാണ് യഥാർത്ഥത്തിൽ ഈ കേസിന്റെ ഗതിയെ തന്നെ മാറ്റിയെഴുതിയത്. അതാണിപ്പോൾ ദിലീപ് പറയുന്നത്. ആ സമയത്താണ് തനിക്കെതിരായ ഗൂഢാലോചന തുടങ്ങിയത്. അവിടെ യഥാർത്ഥത്തിൽ നടന്നത് തനിക്കെതിരായ ഗൂഢാലോചനയാണ് എന്നുള്ള വാദമാണ് ഇപ്പോൾ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയ ഘട്ടത്തിൽ ദിലീപ് പറയുന്നത്. അതിൽ ദിലീപ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മുതിർന്ന ഒരു ക്രിമിനൽ ഉദ്യോഗസ്ഥ എന്ന വാക്ക് തന്നെയാണ് ദിലീപ് അതിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഒപ്പം അവരുടെ സംഘാംഗങ്ങളായിട്ടുള്ള കുറച്ച് പോലീസുകാരും ചേർന്ന് കള്ളക്കഥ ചമയ്ക്കുകയായിരുന്നു. ഉദ്ദേശിച്ചത് സന്ധ്യയെയും ബൈജു പലോസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെയും തന്നെയാണ്. അവരാണ് എല്ലാവിധ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും ദിലീപിന്റെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത്. ഈ കേസ് പല ഘട്ടങ്ങളിൽ വിചാരണ വേളയിലടക്കം നമ്മൾ കണ്ടതാണ്. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിട്ടും ഈ കേസിന് എത്തി. പക്ഷേ പ്രോസിക്യൂഷന് അത് കൃത്യമായി തെളിയിക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സമ്പൂർണ്ണമായ വിധിപ്പകർപ്പ് വരുമ്പോഴാണ് നമുക്ക് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്തുകൊണ്ട്, എവിടെയൊക്കെയാണ് പ്രോസിക്യൂഷന് പിഴച്ചിട്ടുള്ളത്. നമ്മൾ തന്നെ ഒരുപാട് തെളിവുകൾ, ഇതിൽ ദിലീപിന്റെ പ്രതിസ്ഥാനത്ത് വരുന്ന പൾസർ സുനിയുടെ അടക്കം വെളിപ്പെടുത്തലുകളടക്കം ഈ ഘട്ടങ്ങളിൽ പുറത്തു വന്നതാണ്. അതൊക്കെ ഈ കേസിൽ നിർണായകമാകും എന്ന് പ്രതീക്ഷിച്ചാണ്. പക്ഷെ എവിടെയാണ് പ്രോസിക്യൂഷന്, ജഡ്ജി പറഞ്ഞതുപോലെ പ്രോസിക്യൂഷന്റെ വീഴ്ചകൾ സംഭവിച്ചത് എവിടെയാണ് എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഇനി പറയേണ്ടത്. അത് സമ്പൂർണ്ണമായിട്ടുള്ള വിധിപ്പകർപ്പ് കിട്ടുമ്പോഴായിരിക്കും നമുക്ക് വ്യക്തമാവുക. ദിലീപ് അനുകൂലികളുടെ വലിയ ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ കോടതി പരിസരത്ത് അല്പം മുമ്പ് നമ്മൾ കണ്ടത്. രാവിലെ മാധ്യമപ്രവർത്തകരും പോലീസുകാരും മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വിധി വന്ന് ദിലീപിന് അനുകൂലമാണ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ പല ഇടങ്ങളിൽ തമ്പടിച്ചിരുന്ന
ദിലീപ് അനുകൂലികൾ കൂട്ടത്തോടെ ഈ കോടതി പരിസരത്തേക്ക് എത്തുകയും ഇവിടെ വലിയ ആക്രോശം, അതായത് നമ്മളടക്കം നമ്മുടെ പ്രതിയായിട്ടുള്ള റോഷിപ്പാലിനോടക്കം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് തടസ്സപ്പെടുത്തുന്ന രീതിയിലടക്കമുള്ള ശ്രമങ്ങൾ അവിടെ ഉണ്ടായി. മധുരപലഹാരം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു, അലറി വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ദിലീപ് പോകുന്ന ഇടങ്ങളിലെല്ലാം ഈ ആൾക്കൂട്ടം ഇപ്പോഴുണ്ട്. അപ്പോൾ ആ ആൾക്കൂട്ടത്തോടു കൂടിയാണ് ദിലീപ് പറയുന്നത് തന്നെ കൊടുക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് ഇവിടെ നടന്നത് എന്ന്. അപ്പോൾ അത്തരം വാദമുഖങ്ങളായിരിക്കും ഇനി ദിലീപ് ഉന്നയിക്കുന്നത്. നേരത്തെ സുജയ പറഞ്ഞതുപോലെ പല സംഘടനകളിൽ, നേരത്തെ അമ്മ സംഘടനകളിൽ നിന്നടക്കം പുറത്തു പോകുമ്പോൾ ദിലീപ് അന്ന് പറഞ്ഞത് നിരപരാധിയാണ് എന്ന് തെളിയിച്ചതിന് ശേഷം താൻ മടങ്ങിയെത്തുമെന്നാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഫിലിം ചേംബറിന്റെ ഒക്കെ പ്രതികരണം വന്നു കഴിഞ്ഞു. താരസംഘടനയുടെ അടക്കം പ്രതികരണമാണ് ഇനി ഇക്കാര്യത്തിൽ നിർണായകമായിട്ടുള്ള. അപ്പോൾ പഴയ ഇടങ്ങളിലേക്കൊക്കെ ദിലീപ് തിരിച്ചെത്തുകയും ഈ വിമർശനം ഇപ്പോൾ മഞ്ജു വാര്യരെ ചൂണ്ടിക്കൊണ്ട് ദിലീപ് പറഞ്ഞ ആ വിമർശനം കൂടുതൽ ശക്തമായി ഉന്നയിക്കാൻ തന്നെയായിരിക്കും ദിലീപ് ഒരുങ്ങുക. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സൈബർ ടീം ഇനി എടുത്തുപയോഗിക്കാൻ പോകുന്നതും ഇനി സൈബർ എടുത്ത് ഒരുപക്ഷെ വലിയ ആക്രമണം ഏൽക്കേണ്ടി വരികയും ചെയ്തത് ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കും. സുജയ.